ഹായ് ഗായ്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് എന്താ പറയുക, ലൈവിൽ വരലുണ്ട്. അപ്പോൾ ഡെയിലി ഒരു ലൈവ് വരാമെന്ന് വിചാരിച്ച് വീഡിയോ ഇടാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ലൈവായിട്ട് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ എന്തെല്ലാം എല്ലാവരും വിശേഷം? ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ താക്കുന്ന ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. വലിയ ശക്തിയായിട്ടൊന്നും പെയ്യുന്നില്ല, എന്നാലും നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാറിക്കൊണ്ടേ ഞാൻ നിൽക്കുന്നതുകൊണ്ട് വെള്ളം അങ്ങനെ ഒലിച്ചു പോകുന്ന രീതിയിലൊന്നും ഇല്ലെങ്കിലും വെയിലും ഇല്ല. അതുകൊണ്ട് എന്താ പറയുക, ചൂടിന് ലേശം ഒരു കുറവുണ്ട്. എല്ലാവരും നാട്ടിലേക്ക് എങ്ങനെയാണ് അന്നേരമൊക്കെ ആയിട്ട് മഴ പെയ്തുണ്ടോ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് അടിക്കിട്ടോ. പിന്നെ എന്താ പറയുക, ഇന്നലെയൊക്കെ കുറച്ച് പണി ഉണ്ടായിരുന്നു. എന്താ പണി വെച്ചാൽ നിങ്ങൾ വിചാരിക്കും എന്നുള്ള പണിയല്ലേ. എന്നുള്ള പണിയല്ല, പക്ഷേങ്കിൽ എന്താ പറയുക, 5-6 വർഷമായിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്നലെ അതിൻ്റെ ഇടയിലാണ് മോള് വിളിച്ചറിയുന്നത്, അമ്മ ഓടി വാ, അവിടെ എല്ലോ വന്നിക്കുന്നു ഗൈസ്. എന്താ സംഭവം എന്നറിയോ? ഇന്നലെ മുതൽ നമ്മളെ വീട്ടിൽ കുറേ പ്രാവുകൾ, അതായത് അമ്പലപ്രാവില്ലേ, അമ്പലപ്രാവ് എവിടുന്നാന്ന് അറിയില്ല ഇങ്ങനെ വരുന്നുണ്ട്. പോയോ? ആ പ്രാവ് ഗായ്സ്, ഇത് കണ്ടോ? ഞങ്ങളെ കോഴീൻ്റെ ഒപ്പരം അമ്പലപ്രാവ് കണ്ടില്ലേ, ഗസ്റ്റ് ആയിട്ട് വന്നാണിത്. കണ്ടില്ലേ? അപ്പളേക്കിത് എല്ലായിടത്തെ കോഴിയും ഇവിടെ എത്തിക്കുന്നു. അവർക്ക് ലേശം ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചപ്പോഴേക്ക് അപ്പുറത്തെ പറയുള്ള കോഴിയൊക്കെ ഇവിടെ എത്തി. പിന്നെ നമ്മളെ കോഴിയും എല്ലാവരും കൂടി ഒരു അതിൻ്റെ ഇടയിൽ ഗൈസ് കണ്ടോ, പ്രാവിന് അരി വേണമെന്ന് പറഞ്ഞാൽ നൈസായിട്ട് ഓളെന്നെ പോയി ഞാൻ അരി എടുത്തിട്ടുണ്ടോ എന്നിട്ട് പ്രാവിന് കൊടുക്കാണ്ട് ഓളെന്നെ വാരി തിന്നുക. നോക്കട്ടെ ബാബാ, ആട്ട് ഉണ്ടോ തിന്നല്ലേ, കൂക്ക് വരും. അതിൻ്റെ ഇടയിൽ ഉമ്മ പറയാണ്, ഉമ്മ ഇതാക്കണ എവിടേക്കാണ് നമ്മളെ തേങ്ങ ഉണക്കി ഞാൻ മഴ പെയ്യുന്നതിന് വാരി വെച്ചേക്ക് നീ മൂലയിലേക്ക്. ഇത് ഉമ്മ നിന്നെ വിളിച്ചറിയാം, അയ്യാവൊന്നും കൊണ്ട് നീക്കി വെക്കുമോ അത്. ഞാനിത് എന്ത് നീക്കാൻ അവിടെ നിന്ന് ഇങ്ങനെ നീക്കൽ നടക്കുമല്ലോ, അതിലെങ്ങനെ കയറിപ്പോണോ. ഉമ്മൻ്റെ വിചാരം ഇവിടുന്ന് എളുപ്പത്തിൽ അങ്ങോട്ട് വലിച്ച് നീക്കാന്ന്. ഞാൻ ഈ വീടുണ്ടാക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഈ വീട് പണി ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു 6 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോഴും വീട് പണിയൊന്നും ഫുള്ളായിട്ടില്ല, കഴിഞ്ഞിട്ടുമില്ല. പക്ഷേങ്കിൽ വേറൊരു സംഭവം ഉണ്ട്, എന്താ അറിയോ? 6 വർഷമായിട്ട് ഞാൻ തറ കെട്ടാൻ വേണ്ടിയിട്ട് അന്ന് ഇറക്കിയ കല്ലിൻ്റെ ബാലൻസ് ആയിരുന്നു. ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, 6 വർഷം മുമ്പ് ഇറക്കിയ കല്ലിൻ്റെ ബാലൻസ് ഇവിടെ എനിക്കൊന്നൊരു 1/2 ലോഡ് കല്ലിൻ്റെ അടുത്തങ്ങ് ഉണ്ടാവുന്നു. അപ്പോൾ ഇതിങ്ങനെ ഈ പറമ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഇവിടെയൊക്കെ ആയിട്ട് നിറച്ചു ഉണ്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ എന്ത് ചെയ്തു, ഇതൊന്ന് വൃത്തിയാവുമല്ലോ അതിലൊന്ന് തിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പണിക്കാരെ വിളിച്ചു. പിന്നെ ഒരു വന്ന് ഞാൻ ഇതാ ഇത്രയും ഭാഗം ഒന്നല്ല ആ കല്ല് വെച്ച് ഞാൻ കെട്ടിപ്പോയിട്ടോ. ഇത് അതിൻ്റെ മുമ്പേ ഞാൻ ഇറക്കിയിട്ട കുറച്ച് കല്ലുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പണി ഉച്ചയായപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ഈ കല്ലും കൊണ്ട് പെറുക്കി വെച്ചേക്ക്, എന്നാൽ എപ്പോഴെങ്കിലും ഇനി കെട്ടാനൊക്കെ നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കെട്ടാൻ എളുപ്പമാവുമല്ലോ. ഇത് കണ്ടല്ലോ, എനിക്കിതാ ഈ ഒരു ഹൈറ്റിൽ ഇതുണ്ടോ, ഇത് തറയാണ്, തറൻ്റെ ഫൗണ്ടേഷനാണ്. ഈ ഒരു ഹൈറ്റിൽ ഇത് അവിടെയൊക്കെ എനിക്ക് കെട്ട് വരാറുണ്ട്. പക്ഷെ നമ്മളെ സാമ്പത്തികം നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ 5-6 വർഷമായിട്ട് ഈ കെട്ടൊക്കെ ഇങ്ങനെ കെടുക്കുക കേട്ടോ. അതുണ്ടോ, കിണർ ഇവിടുന്ന് അങ്ങോട്ട് പൊക്കാണ്ട് ഫൗണ്ടേഷൻ്റെ ഈ ഒരു ലെവലിൽ നമുക്ക് കെട്ട് വരണം, മണ്ണിട്ട് പൊന്തിക്കാണ്ട് പൊക്ക പണികൾ അങ്ങനെ കെടുക്കുക. അപ്പോൾ ഇന്നലെ ചെറിയൊരു ഇതിങ്ങനെ ഇത്രയും ഇന്നലെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു സന്തോഷം കേട്ടോ. കാരണം അത്രയും ഭാഗം ചെയ്തപ്പോൾ തന്നെ നല്ലൊരു വൃത്തിയായി. ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് മണ്ണിട്ട് ഈ ഒരു ലെവലിൽ, ഈ ഫൗണ്ടേഷൻ്റെ ലെവലിൽ കെട്ടാനുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മളെ സാമ്പത്തികം നമ്മളതിന് സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ 5-6 വർഷമായിട്ട് ഇതിങ്ങനെ കിടക്കുക. പക്ഷെ ഇത്രയും ആക്കിയപ്പോൾ തന്നെ നല്ലൊരു വൃത്തി തോന്നുന്നു അല്ലേ. അതിലൊന്ന് തിരിച്ചപ്പോൾ തന്നെ നല്ലൊരു വൃത്തി തോന്നുന്നു. ഇപ്പോൾ അത് അങ്ങോട്ടേക്ക് അവിടം വരെ ഉണ്ട്, അത് ആ കൂട് കാണുന്നുണ്ടില്ല, അവിടം വരെ ഇനിയുണ്ട് തിരിക്കാൻ. ബാക്കിയൊക്കെ അങ്ങനെ കിടക്കുക. അപ്പം എന്താ ചെയ്യലേ, ആവുമെന്ന് വിചാരിക്കുന്നു, എപ്പോഴെങ്കിലും നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് ഞാനിപ്പം വിചാരിച്ചില്ല, ഇത് അവിടെ ഇങ്ങനെ അതിൽ തിരിക്കാനാവും തന്നെ ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അത് സാധിച്ചില്ലേ, അപ്പോൾ അതേപോലെ ബാക്കിയൊക്കെ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കണ്ട നമ്മളെ തറ ഇവിടെ ഫൗണ്ടേഷൻ്റെ അത്രയും മണ്ണിട്ട് പൊക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു അടിഭാഗം ചീടിയായതുകൊണ്ട് തന്നെ നമ്മളെ തറ ഇവിടെ എന്താ പറയുക, കുറച്ച് മണ്ണ് അടിയിലെന്തോ ആയപ്പം തറ ഇങ്ങോട്ട് ഇതായതാണ്, കണ്ടില്ലേ.
ഇനിയിപ്പോൾ ഇത് നല്ല ജാമ വെച്ച് അടിച്ച് ടൈറ്റാക്കി മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഇവിടെ മതിൽ കെട്ടി ഇതാക്കിയാലേ നമ്മളെ വീട് ഇവിടെ സേഫ് ആവുള്ളൂ. അല്ലേ ഇതെല്ലാം കൂടെ ഇടിഞ്ഞ് പൊളിഞ്ഞങ്ങ് വീണ് പോവും. എന്ത് ചെയ്യാനാ, ഒന്നും നടക്കുന്നില്ല. അപ്പം എല്ലാവരും ഒന്ന് മാക്സിമം നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ ഇതൊക്കെ നമുക്കൊന്ന് ഫിനിഷാക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇല്ലേ, ഇതായിരുന്നു ഇന്നലെയൊക്കെ പണി കേട്ടോ. അപ്പോൾ അത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ പിന്നെ ഇത് ഫുള്ളൊക്കെ ആക്കി കഴിഞ്ഞാലുള്ളൊരു സന്തോഷം പറഞ്ഞറിയിക്കാണ്ടാവില്ല അല്ലേ. പക്ഷേ എന്താ ചെയ്യുക, ഇതിനൊക്കെ നമുക്ക് മുന്നിലോടുന്ന ആൾ വേണമല്ലോ. നമ്മൾ മുന്നിലോടിയിട്ടും കാര്യമില്ലല്ലോ, മുന്നിലോടുന്ന വേറൊരാളോടി വേണമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് സാവകാശം നടക്കുമെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ 6 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുക ഈ ഒരു കണ്ടത്തിൽ. അപ്പം അത്രയായില്ലേ, ഒക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നും പറയണ്ട, കുറേ പാത്രങ്ങൾ മിക്സ് എന്ന് പറഞ്ഞാൽ മിസ്സാവും. കണ്ടില്ലേ, ഒരു പാത്രം കിട്ടി. ഇത് നമ്മളെ മറ്റേ റസ്ക്കില്ലേ, റസ്ക് വാങ്ങുമ്പോൾ ഈറ്റ ഒരു പാത്രം ഫ്രീ ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഈറ്റ റസ്ക് തന്നെ പോയി മേടിക്കും. ഇപ്പം പറയണ്ട, ഇത് ഇറ്റാൽ എനിക്ക് വന്നൊരു 10-15 പാത്രം ഇപ്പം ഞാൻ ഇവിടെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടാകും. പക്ഷേ പാകപ്പാടെ ഇത് കാണാനൊരു 6 എണ്ണയുള്ളൂ, ബാക്കിയൊന്നും കാണുന്നില്ല. ഇതിപ്പോൾ ഇതാ പറമ്പിൽ നിന്ന് കിട്ടിയ മക്കൾ കളിച്ചിങ്ങാനും അടിമടി കൊണ്ടേ ഇടുന്നതാണ്. റസ്ക് ഏതാണെന്നല്ലേ കാണിച്ചു കേട്ടോ. ഈ ഒരു റസ്ക് ഇല്ലേ, ഈ ഒരു റസ്ക് വാങ്ങുമ്പോൾ നമുക്ക് ആ ഒരു പാത്രം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് എന്താ പറയുക, മുന്നോട്ട് വീഡിയോ ഇടാനുള്ളൊരു സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാഡ് കമൻ്റ് ഒന്നും ദയവേത് ആരും ഇടരുത്. നല്ല നല്ല കമൻറ്റുകൾ ഇട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ, പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ഇപ്പോൾ കുറച്ചായിട്ട് ലൈവിൽ വരും കേട്ടോ. ലൈവിൽ വരുമ്പോൾ എല്ലാവരും കയറണം. ഓക്കെ ബൈ.